ഹലോ. ഹലോ. എന്തായി നമ്മളാ പോയ ഓഡിഷൻ വല്ലതും വിളിച്ചോ? എനിക്ക് കോള് വന്നാ? എവിടെ വരുന്നത്? കോളും വന്നില്ല, ഒന്നും വന്നില്ല. എനിക്കും വന്നില്ല. എന്ത് ചെയ്യും? എന്ത് ചെയ്യാനാ? ഇങ്ങനെ ഓഡിഷൻ തൊഴിലായിട്ട് ജീവിതം തീരുന്ന എനിക്ക് തോന്നുന്നു. മിക്കവാറും അങ്ങനൊക്കെ തന്നെ ആയിരിക്കും. ഇങ്ങനെ പോയാൽ ശരിയാവില്ല മോനെ. എവിടെയെങ്കിലും കെട്ടിപ്പെടണം, അല്ലാതെ ഇപ്പൊ നടക്കൂല. നമ്മൾ എത്ര കാലം ഇതിന്റെ പിന്നാലെ നടക്കാൻ തുടങ്ങിയിട്ട്? കാലം കുറെ ഇല്ല ഇതിന്റെ പിന്നാലെ നടക്കും. ഇന്ന് തരും, നാളെ തരും, ഇന്ന് തരും, നാളെ തരും. നിന്റെ അടുത്ത് എന്തെങ്കിലും ഐഡിയ ഉണ്ടാ? എന്റെ അടുത്ത് ഐഡിയ ഉള്ളത് നമുക്ക് ഇപ്പൊ വർക്കൗട്ട് ആവുന്ന അറിയാം. നമുക്ക് ചിന്തിക്കാം, ഇവിടെ ഇരുന്ന് ചിന്തിക്കാം. എന്താ കോപ്പ, നീ കുറെ നേരം ആലോചന തുടങ്ങി. എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ പറയടാ. യാടാ, നമുക്കൊരു കാര്യം ചെയ്യാം. പണ്ട് മമ്മൂക്ക് ചെയ്ത പോലെയൊക്കെ ചെയ്യാം. നമുക്ക് എല്ലാ ഡയറക്ടേഴ്സിന്റെ വീട്ടിൽ കയറി ഇറങ്ങിയ ചാൻസ് ചോദിച്ചാൽ ഇക്കണ്ട സംവിധായകർ മുഴുവൻ വീട്ടിൽ കയറി ഇറങ്ങി നമുക്ക് പോരെ. ഈ ഡയറക്ടർക്ക് പുതുമുഖങ്ങളെ ആവശ്യമാണ്. അപ്പൊ നമുക്ക് ചാൻസ് ചോദിച്ചാൽ കിട്ടും. പോവുക. എന്നാ വാടാ, നമുക്ക് ഇപ്പൊ തന്നെ പോവാം. വാ വാ. പോയാലേ കൂടുതൽ നിൽക്കണ്ട. ഗുരുവായൂരപ്പ, ചെടികൾക്കാകെ വെള്ളമൊന്നും കിട്ടിയില്ല. ഇവിടെ ആരും നനച്ചതൊന്നുമില്ലേ? ചെടികളൊക്കെ ഇതെന്റെ സംവിധാനം പോലെയാണല്ലോ. ഒരു സാറും വരുന്നില്ലല്ലോ. കറണ്ടില്ലേ? അതെ, ഈ വീട്ടിലെല്ലാരും കറണ്ട് കൊണ്ടോ ശരിയായിട്ട്. ചുമ്മാ സംവിധായകൻ അങ്ങനെയൊന്നും പറയാറ്. ആയിരിക്കല്ലേ? ഇതന്നെ ആയിരിക്കാം മിക്കവാറും. ഹലോ, രാവിലെ വെള്ളം കുടിച്ചില്ല. സംവിധായകൻ സന്തോഷിന്റെ വീട് ഇതാണോ? അതെ. ആ സംവിധായകനൊന്ന് കാണാൻ പറ്റുമോ? ഏത് സംവിധായകനെ? ഏത് സംവിധായകൻ വേണ്ട സാർ, ഏത് സംവിധായകൻ വേണ്ട. അത് വേണ്ട. അല്ല, സംവിധായകനല്ലേ അത്? ഞാനും ചേട്ടാ തമാശ സംവിധായകനൊന്നും വിളിക്കും, നമുക്കൊന്ന് കാണാൻ. ഒരുപാട് ദൂരത്തുനിന്ന് വരാം. ഒരുപാട് ദൂരത്തുനിന്ന് വരുന്ന സംവിധായകനെ കാണണം. കണ്ടേ പറ്റൂ. ഓ, വിളിക്കാം വിളിക്കാം. വരിക്കാശ്ശേരി മലയാണെങ്കിൽ ചവിട്ടുപടിണ്ടേ. ഞാനാണ് സംവിധായകൻ. യെസ്. അമ്മന്റെ ജപമാല കണ്ടിട്ട് സംവിധായകനാണ് തോന്നിയില്ല? എന്നാ കേറി വരൂ. എന്റെ മുത്ത് പോയിരിക്കുന്നു. ഓ, ഇപ്പോ ഞാൻ സംവിധാനം ചെയ്യുന്നുണ്ട് എന്നുള്ളത് ആരാ പറഞ്ഞേ? നാനയിലും വെള്ളി നക്ഷത്രത്തിലും. പക്ഷേ ഇപ്പൊ പടം പിടിക്കുന്നില്ലല്ലോ. ഇപ്പൊ ഒന്നും ആയിട്ടില്ല. ഒരുപാട് ദൂരത്തുനിന്ന് വരിക. എത്ര ദൂരത്തുനിന്ന് വന്നാലും നമുക്ക് കയ്യിലൊരു സാധനം വേണ്ടല്ലോ. അതിനെ പറ്റിട്ടൊരു ഞാൻ ആലോചിക്കാം. അല്ല സാറേ, അപ്പൊ ഞങ്ങള് നിക്കണോ അതോ പോണോ? പോകേണ്ടി വരും. പോവായിരിക്കും നല്ലത്. പോവല്ലേ? അതായിരിക്കും നല്ലത്. ഞങ്ങൾക്ക് പരിഗണിക്കോ സാറ്? പരിഗണിക്കാം. പരിഗണിക്കണം. എന്നോട് പരിഗണിക്കുന്നു. ഞാൻ ഇപ്പൊ വരാം. പരിഗണിക്കായിരിക്കും. ഇതുവരെ പോയില്ലല്ലേ? നമസ്കാരം. പിന്നെ നിന്റെ നമ്പർ, പേര്, നക്ഷത്രം എന്നല്ല, നക്ഷത്രം വേണ്ട, പേര്. എന്റെ പേര് രാഹുൽ. ഫോൺ നമ്പർ 8086177250. പിന്നെ അടുത്ത് എന്റെ പേര് വിശാഖ നക്ഷത്രം. വിശാഖ്. ഫോൺ നമ്പർ 8086581585. ഓക്കെ, 858. ഇത് നമ്പറൊക്കെ ശരിയെന്നല്ലേ? ഓ, എന്നാ ഞാൻ വിളിക്കാം. ഓക്കെ, പരിഗണിക്കണേ. ഞങ്ങളങ്ങോട്ട്. ഓ. 828. അയാൾ ചാൻസ് തരുമായിരിക്കാം. തരുന്നല്ലേ പറഞ്ഞു. സംവിധായകൻ വിളിക്കുന്നു. ഇല്ല, നീ എടുക്ക്. ഇത്ര പെട്ടെന്ന് സാറേ എന്തായാലും നമ്മള് സെലക്ട് ആയ 50,000 രൂപയോ?
50,000 രൂപ വേണം. അയാൾക്ക് അങ്ങോട്ട് കൊടുക്കാൻ. ഇതൊന്ന് പിടിച്ചേ. സാർ ഇത് എങ്ങനെ ഗൂഗിൾ പേ ആയിട്ട് മതിയോ അതോ ക്യാഷ് ആയിട്ട് വേണോ? 50,000. എന്താ 50,000? 50,000 തരാം. സെറ്റാക്കാം. 50,000 അല്ലേ? സെറ്റാക്കാം. 50,000 സെറ്റാക്കാം. ഗൂഗിൾ പേയോ ക്യാഷോ എങ്ങനെയാ വേണ്ടത്? ആയിക്കോട്ടെ, ക്യാഷ് ആയിട്ട് നേരിട്ട് കൈ കൊണ്ട് തരാം. ശരി കേട്ടോ, നാളെ തന്നെ വരാം. അങ്ങനെ അതിന്റെ കാര്യത്തിൽ തീരുമാനമായല്ലോ. 50,000 കൊടുക്കണ്ടേ? ഇത് സമാധാനമായില്ലേ? തീരുമാനമായില്ലേ? തീരുമാനമായി. പോവാ.